ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷയും ശ്രുതിയും വലിയ വീട്ടിലെ കുട്ടികൾ, അവർക്ക് അന്തസ്സുണ്ട്. രേവതിക്ക് അന്തസ്സില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാമയുടെ അരികിലിരുന്ന് ചന്ദ്ര ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ രേവതി അവിടെ വീട്ടിലിരുന്ന് ഭയങ്കര കരച്ചിൽ. രാവിലെ നടന്ന കാര്യങ്ങളും ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളും എല്ലാവരും രേവതിയെ കൈയൊഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സച്ചി ആണെങ്കിൽ ഉറക്കോ. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് സച്ചി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ രേവതി അവിടെ ഇരുന്ന് കരയുക. രേവതി, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു ഓടി രേവതിയുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ ഒന്നുമില്ല സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ കരച്ചിൽ അടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അടക്കാൻ പറ്റുന്നില്ല. അപ്പം നടക്കാൻ പാടില്ലാത്ത പലതും നടന്നെന്നും നീ അതിങ്ങനെ മനസ്സിലേക്ക് എടുക്കരുതെന്നും സച്ചി രേവതിയോട് പറയുക. നീ വിഷമിക്കാതിരിക്കും രേവതി, സങ്കടപ്പെടാതിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ നോക്കുന്നു. നീ ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ രേവതി കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞെങ്കിലും രേവതി ചങ്കു പൊട്ടി സച്ചിയുടെ ദേഹത്തേക്ക് കിടന്ന് കരയുവാണ്. നീ ഇങ്ങനെ കരയല്ലേ, ശരത്ത് ചെയ്തത് എല്ലാവരും അറിഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട്. അതറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. ഇത്രയും കാലം ആരും അറിയാതെ രഹസ്യമാക്കി ഞാൻ വെച്ചിരുന്നതും അതുകൊണ്ടാണെന്നും സച്ചി രേവതിയോട് പറയൂ കേട്ടോ. പക്ഷേ ഞാൻ അറിയാതെ തന്നെ അതെൻ്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന കാര്യവും പറഞ്ഞു. എന്ത് ചെയ്യാനാ, അങ്ങനെ സംഭവിച്ചു പോയി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കും നിനക്കും എതിരെ അമ്മയ്ക്ക് കിട്ടിയൊരു ആയുധം ഇത്. നീ ചുമ്മാ ഇങ്ങനെ കരയാതിരിക്കുക രേവതി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അപ്പോൾ എവിടെ ശരിയാവാനാ സച്ചേട്ടാ? എവിടെയും ശരിയാകാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ സച്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടുമോ എന്ന് ചോദിച്ചു. നീ എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ അനിയൻ ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ്, വലിയ തെറ്റ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിച്ച് സംസാരിക്കുകയല്ല എന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുന്നു. അവൻ തട്ടിയെടുത്തത് അമ്മയുടെ കാശാണെന്നും അത് ആർക്കായാലും ദേഷ്യം വരില്ലേ എന്നും രേവതി സച്ചിയോട് ചോദിക്കും കേട്ടോ. അമ്മ ഈ കാര്യത്തിൽ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ സച്ചേട്ടാന്നും രേവതി പറയണു. പക്ഷേ എനിക്ക് എൻ്റെ അനിയനെ വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ നീ അതൊന്നും വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവർക്കൊക്കെ തോന്നുന്നത് പോലെ ഇവരൊക്കെ ചെയ്യുന്നത്. മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്തിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ തന്നെ നിന്നെയും നിൻ്റെ വീട്ടുകാരെയും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനൊരു കാര്യം കിട്ടിയപ്പോൾ അതിൽ പിടിച്ച് അവരങ്ങ് ഇറങ്ങിപ്പോയി. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാമെന്നാണ് പറഞ്ഞത് സച്ചിയോട്. എന്നാലും അമ്മ എന്തിനാ ഇറങ്ങിപ്പോകുന്നതൊക്കെ? ഇത് അമ്മയുടെ വീടല്ലേ എന്ന് രേവതി അന്നേരം സച്ചിയോട് ചോദിച്ചു. ഇത് അമ്മയുടെ വീടാണെന്ന് അമ്മ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പം നീയും എന്താ അത് പറയാൻ തുടങ്ങിയോന്ന് സച്ചി രേവതിയോട് ചോദിക്കും കേട്ടോ. സച്ചേട്ടാ, അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? തെറ്റ് ചെയ്തത് എൻ്റെ അനിയൻ, അതിന് അമ്മ എന്തിനാ വീട് വിട്ടിറങ്ങി പോകുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക. പോരാത്തതിന് അച്ഛന് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാവുന്നും രേവതി സച്ചിയോട് പറയണു. എന്തൊക്കെ പറഞ്ഞാലും അമ്മയില്ലാതെ അച്ഛന് കഴിയാൻ പറ്റില്ല എന്ന് സച്ചേട്ടന് അറിയാവുന്ന കാര്യമല്ലേ എന്നും രേവതി സച്ചിയോട് ചോദിക്കുക. എന്ത് വിഷയമായാലും അത് അച്ഛൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നില്ലേ? ഈ ഒരു വിഷയത്തിൽ അച്ഛൻ പോലും സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ എന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിച്ചു. ഇക്കാര്യത്തിൽ നിൻ്റെ അനിയൻ്റെ ഭാഗത്ത് ന്യായം ഇല്ലാണ്ടായി പോയത് കൊണ്ടാണ് അച്ഛൻ ഒന്നിലും പെടാതെ നിന്നതെന്ന കാര്യവും സച്ചി രേവതിയോട് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം. രേവതി ആണെങ്കിൽ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുക. എന്തിനാ നമ്മളെ രണ്ടുപേരെയും ദൈവം ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് രേവതി ഇങ്ങനെ ചോദിക്കുക സച്ചിയോട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം സച്ചേട്ടാന്നൊക്കെ പറയുമ്പം എന്തൊക്കെയാണ് നീ പറയുന്നത്? ഇവിടെ നിന്ന് ഇറങ്ങാനോ? അപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല സച്ചേട്ടാ ഞാൻ ഈ പറയുന്നത്. നമ്മളിവിടെ നിൽക്കുന്നതല്ലേ എല്ലാത്തിനും കാരണം, എല്ലാത്തിനും പ്രശ്നം. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയ അമ്മ ഇങ്ങോട്ടേക്ക് വരുമെന്ന കാര്യം രേവതി പറയുവാണ്. അവർ തമ്മിൽ അകലാനും വഴക്കടിക്കാനും ഞാനൊരു കാരണമാവരുതെന്നും രേവതി ഇങ്ങനെ പറയുമ്പം, എൻ്റെ രേവതി, ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. നീ വരുന്നതിന് മുൻപും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അമ്മ ഇങ്ങനെയൊക്കെ മാറി നിൽക്കാറുള്ളതാ. ഇത് നീ അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളും. നീ അതിനെപ്പറ്റി ഓർത്ത് ആദ്യം പിടിക്കണ്ട, മനസ്സിലായോ? അച്ഛനൊന്ന് പറയും, അമ്മ വേറൊന്ന് പറയും. പിന്നെ എന്നിട്ട് രണ്ടുപേരും കൂടി അതിൻ്റെ പേരിൽ വഴക്കടിക്കും. കുറച്ച് ദിവസം അവർ മിണ്ടാതിരിക്കും. പിന്നീട് അവരങ്ങ് ഒന്നാവും. ഇത് എത്ര കാലമായിട്ട് ഞാൻ കാണുന്ന കാര്യമാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അവർ തമ്മിൽ വഴക്കടിച്ച് മാറി നിൽക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ സച്ചേട്ടാ ഇത്. ശരിക്കും ഇപ്പോൾ ഞാനാ ഇവിടെ പ്രശ്നം അല്ലേ? ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ കാരണം അവരൊരിക്കലും വിഷമിക്കാൻ പാടില്ല സച്ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയുമ്പം നീ ഇവിടെ ഇരുന്നേ, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ ഇങ്ങനെ ഇരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയെ സമാധാനിപ്പിക്കുന്നു. വർഷയും പാർലയിടത്തെയും കാണുന്ന കണ്ണിലൂടെയല്ല അമ്മ നിന്നെ കാണുന്നേ. നിന്നെ അവർ അത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് എല്ലാം അറിയാം രേവതി. എല്ലാം അറിഞ്ഞിട്ടും ഞാനൊന്നും മിണ്ടാതിരിക്കുന്നതാ. പിന്നെ സഹിക്കുക ഞാനല്ല. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇറങ്ങിപ്പോകാനൊന്നും മനസ്സ് കാണിക്കാത്തത്?
ഞാൻ എൻ്റെ അച്ഛനെ ഓർത്താ അങ്ങനെ ചെയ്യാത്തെ. എൻ്റെ അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ രേവതി? നീ ഒന്ന് ഓർത്തു നോക്കി. നിനക്കറിയില്ലേ എൻ്റെ അച്ഛന് ഞാനെന്ന് വെച്ചാൽ ജീവനാണെന്ന്. ഞാനില്ലാതെ എൻ്റെ അച്ഛൻ ജീവിക്കില്ല എന്ന്. എന്ത് കാര്യത്തിനാണെങ്കിലും അച്ഛൻ ആദ്യം എന്നെയല്ലേ വിളിക്കുന്നത്. എന്നോട് അച്ഛൻ അതെല്ലാം പറയാറ്. പിന്നെ അച്ഛനൊന്ന് കാലിടറി വീഴാൻ പോയാൽ പിടിക്കാൻ ഞാൻ മാത്രമേ കാണുള്ളൂ രേവതി എന്നൊക്കെ ഇങ്ങനെ സച്ചു പറയാം. ആ അച്ഛനെ ഇട്ടിട്ട് ഞാൻ വരില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അച്ഛൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നും സച്ചി രേവതിയോട് പറയുവാണ്. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല രേവതി എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ, സച്ചേട്ടാ ഞാൻ സന്തോഷത്തോടെയാണ് ഈ കാര്യം പറഞ്ഞതെന്ന് സച്ചേട്ടന് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ വിഷമം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ രേവതി പറയാം. അമ്മ പോയതിൽ അച്ഛന് നല്ല വിഷമമുണ്ട്, അച്ഛൻ പുറത്ത് കാണിക്കാത്തതാണെന്ന് പറഞ്ഞു. നീ ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നു. നിൻ്റെ അനിയൻ്റെ പേരിൽ ഇവിടുത്തെ അമ്മ കേസ് കൊടുത്തിരിക്കുക. അവനെ കിട്ടിയ പോലീസുകാർ വെറുതെ വിടുവോ? അവന് ജയിലിൽ പോകേണ്ടി വരും. അതിനിടെ വരരുത്. അതിന് വേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം. നീ എന്താ അത് മനസ്സിലാക്കാത്ത? എന്തെങ്കിലും അമ്മയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുക വേണ്ടത്. അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സച്ചി പറഞ്ഞു അച്ഛനോട്, രേവതിയോട്. അല്ലാണ്ട് അച്ഛൻ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞു. ഒരു വഴി നമുക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നും സച്ചി രേവതിയോട് പറയുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എല്ലാം നല്ല വേഗത്തിൽ അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിഷമിക്കാതിരിക്കാൻ പറഞ്ഞ് രേവതി ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരം വെളുത്തതേ വരുവാണ് മഹിമ. അപ്പോൾ രവിയേട്ടൻ അവിടെ ഉണ്ടല്ലോ. രവിയേട്ടനെ കണ്ടപ്പോഴത്തേക്കും ഒരു പുച്ഛിച്ച ചിരി മഹിമയ്ക്ക്. ആ മഹിമയോ ആരാ ഇത്, കയറി വാ എന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ ഭയങ്കര സ്നേഹം. വാ ഇരിക്ക്. അപ്പോൾ ഞാനേ ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ മഹിമ. അപ്പോൾ അതേ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്കൊന്ന് മഹിമാൻ്റെ ആൻറ്റി ഇവിടെ ഇല്ല മഹിമാൻ്റെ എന്ന് പറഞ്ഞു. അയ്യോ എവിടെ പോയതാ എന്ന് ചോദിച്ചു കേട്ടോ. അത് പിന്നെ ഭാമാൻ്റിയുടെ വീട്ടിൽ പോയതാണെന്ന് ശ്രുതി പറയാം. അപ്പോൾ രവിയേണ്ണൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. എപ്പോൾ വരും? അത് പിന്നെ അത് ആൻറ്റിക്കേ അറിയുമെന്ന് ശ്രുതി പറഞ്ഞു. ആൻറ്റി ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോയതാണെന്നൊക്കെ ശ്രുതി എല്ലാം വിളമ്പി അങ്ങ് കൊടുക്കുക കേട്ടോ. അയ്യോ അതെന്ത് പറ്റി അങ്ങനെ പോകാൻ, എന്താ കാരണം എന്നൊക്കെ ചോദിക്കുക. അന്നേരം ആൻറ്റിയുടെ കാശ് മോഷ്ടിക്കുന്ന വീഡിയോ മഹിമാൻറ്റി കണ്ടതല്ലേ? ഞാനതൊക്കെ കണ്ടിരുന്നു, കഷ്ടം തോന്നി കേട്ടോ. രേവതിയുടെ അനിയൻ ഒരു കള്ളനാണല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുമ്പം ആണോന്നോ നമ്മളുണ്ട് ശ്രുതി. കിട്ടിയ അവസരമല്ലേ. ഇതിനു മുന്നേ ഇവിടുത്തെ ബൈക്ക് അവൻ മോഷ്ടിച്ചതല്ലായിരുന്നോ? അപ്പോഴേക്ക് രേവതി ഇറങ്ങി വരുക. മോഷ്ടിച്ചിരുന്ന ആൻറ്റി, ചന്ദ്രമതി മുമ്പ് എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ചെറിയ പയ്യനല്ലേ, സ്വന്തം മകന് ബൈക്ക് വേണമെന്ന് ആഗ്രഹം കൊണ്ട് എടുത്തതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അവൻ ഒരു പേരും കള്ളനാണെന്ന്. മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ രേവതിയെ മഹിമ കാണുന്നത്. അപ്പോൾ രവിയേട്ടൻ നോക്കുമ്പോഴും രേവതി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അവൻ പേരും കള്ളനൊന്നും അല്ല ആൻറ്റി എന്ന് രേവതി അന്നേരം പറഞ്ഞു. അപ്പോൾ അവൻ കാശ് മോഷ്ടിച്ചതോ? അത് സ്വന്തം ചേച്ചിയുടെ അമ്മായിമ്മയുടെ കാശ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന പയ്യനല്ലേ അവൻ? ഇങ്ങനെയൊക്കെയാണോ നിൻ്റെ അമ്മ അവനെ വളർത്തിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹിമ കളിയാക്കുമ്പോൾ, ആൻറ്റി ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയതെന്ന് രേവതി അന്നേരം മഹിമയോട് പറഞ്ഞു. എന്നിട്ടാണോ അവൻ ഇങ്ങനെ ചെയ്തത് എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രൻ ഈ ഒരു ഇതിലിങ്ങനെ മഹിമ സംസാരിക്കാം. ചന്ദ്രമതിയുടെ കാശ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ നിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല ഈ കുടുംബത്തിലുള്ളവർക്ക് മാനക്കേടായില്ലേ? എങ്ങനെ ഇനി ആൾക്കാരുടെയൊക്കെ മുഖത്ത് നോക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര രവേണ ഇങ്ങനെ കുമ്പിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കാം. ആൻറ്റി ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണെന്നേ. രേവതിയോടും സച്ചോടും വീട് വിട്ട് പോകാൻ വരെ പറഞ്ഞു എന്ന് ശ്രുതി പറയുമ്പോൾ ഭയങ്കര സന്തോഷം മഹിമയ്ക്ക്. എങ്ങനെയാ ഇതൊക്കെ പറയാതിരിക്കുന്നത്? ആർക്കാണെങ്കിലും പിന്നെ ദേഷ്യം വരത്തില്ലേ? അതുപോലത്തെ പ്രവർത്തികളല്ലേ ഇവരൊക്കെ ചെയ്തു കൂട്ടണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡയലോഗുകൾ ഇറക്കണം. ചന്ദ്രമതി ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. ഞങ്ങളും അപമാനിക്കപ്പെട്ടു പോയതുപോലെ ആയില്ലേ? എന്നെ വിളിച്ച് ചിലരൊക്കെ ഈ വീഡിയോ പറ്റി പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. ആ കള്ളൻ്റെ ചേച്ചിയുടെ കെട്ടിയൻ്റെ അനിയനല്ലേ നിൻ്റെ മോളെ കെട്ടിയത്? നീ എന്തിനാ അങ്ങനെ ഒരു വീട്ടിലേക്ക് നിന്റെ മോളെ കല്യാണം കഴിച്ചയച്ചത്? ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നേ. ഞാൻ എന്തും മറുപടി അവരോടൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. രേവതിയെ അപമാനിച്ച് ഇവർ ശരിക്കും ആഘോഷിക്കാം. അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നോട് ചോദിച്ചതുപോലെ തന്നെ വർഷയുടെ അച്ഛനോടും എല്ലാവരും ചോദിക്കാം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു ഫംഗ്ഷനും പോവാറില്ല. സമൂഹത്തിൽ നിലയും വിലയുള്ള ആളാണ് അദ്ദേഹം. അപ്പം ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ചൊറിഞ്ഞു വന്നു കേട്ടോ. രേവതി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം. നേരെ ആൻറ്റിയെ പറയുന്നത് വളരെ ശരിയാ. ആ ഒരു ഇത് എനിക്ക് മനസ്സിലാകും. ഒരു ബിസിനസ് ആയിക്കൂടായ ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതെനിക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അത് പറഞ്ഞ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയുമ്പോൾ, അതേടാ തൈക്കൂൺകാരാ, നീ കാരണം അനുഭവിക്കുന്ന ടെൻഷൻ ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലയും വിലയും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സച്ചി മഹിമയോട് വന്നു പറഞ്ഞു. എന്തായാലും വലിയ ആള് കളിച്ച് വന്നതാ. അതേ കിടക്കുന്നു ചട്ടിയെങ്കിലും. വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. കൈയിട്ട് വാരിയ കഥകളൊക്കെ നാട്ടിൽ മുഴുവനും പാട്ടാണെന്നും
അഴിമതി വീരൻ, കൈക്കൂലിക്കാരൻ, പിന്നെ അങ്ങനെ എത്ര എത്ര പേരുകളുണ്ട് അദ്ദേഹത്തിനെന്ന് മഹിമയോട് സച്ചി ചോദിച്ചു. ശരിക്കും പറഞ്ഞ അദ്ദേഹത്തെ പോലെ ഒരു പേരുങ്ങളെ ലോകത്തില്ല എന്ന് പറയുമ്പം അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. തെളിവില്ലല്ലോ ആർക്കും. നിന്റെ ഭാര്യയുടെ അനിയൻ ചെയ്തതിന്റെ തെളിവേ ഈ നാട്ടിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്ന് മഹിമ പറയുമ്പം അവൻ അങ്ങനെ ചെയ്തതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അവൻ ആ കാശ് തിരികെ കൊടുക്കുകയും ചെയ്തതാണെന്നും എന്തായാലും നിങ്ങളുടെ ഭർത്താവിനെ പോലെ ഒരു കൊള്ളക്കാരനല്ല അവൻ. കാശ് തിരികെ കൊടുത്ത അവൻ നല്ലവനാകുവോ? കള്ളനല്ലാതാകുവോ? അപ്പൊ അവൻ ആരെങ്കിലും ആവട്ടെ, അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണെന്ന് സച്ചി അന്നേരത്തേക്കും മഹിമയോട് ചോദിച്ചു. എടാ, ആന്റി പറഞ്ഞത് നീ കേട്ടില്ലേ? ആളുകളൊക്കെ ആന്റിയെ വിളിച്ച് ചോദിക്കുകയാണെന്ന്. അതും ആന്റിക്കൊരു അപമാനമല്ലേടാ? ഈ കാര്യം പറഞ്ഞ് ഇവരെ ആരും വിളിച്ചിട്ടില്ല. അല്ലാണ്ട് ഉമ്മ ഇവിടെ വന്ന് അതൊന്നും പറയാം. ഇവിടെ എന്തെങ്കിലും നടന്നാൽ അപ്പം എഴുന്നള്ളിക്കോളും. എണ്ണയൊഴിച്ച് ആളി കത്തിക്കാനെന്ന് പറയുമ്പം രവിയേട്ടാ, ഇവൻ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ ഈ പ്രശ്നം വലുതാക്കാൻ വന്നതാണെന്ന്. ഹോ, ഈ കുടുംബത്തെ ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്നതെന്നൊക്കെ മഹിമനെ തട്ടി വിടുക. ഇവിടെ എന്ത് നടന്നാലും അത് ഞങ്ങളെയും ബാധിക്കില്ലേ എന്നൊക്കെ മഹിമ ചോദിക്കുന്നു. അപ്പോൾ ബാധിക്കുമെന്നുണ്ടെങ്കിലേ കുറച്ചു നേരം മാറിയിരുന്ന് അങ്ങ് കരഞ്ഞോളാൻ പറഞ്ഞു സച്ചി. ദേ അച്ഛാ, ഇവർ ഈ പ്രശ്നം വലുതാക്കാനാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം സച്ചി അന്നേരം പറഞ്ഞു. മഹിമയ്ക്ക് അത് അപമാനം. ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്തൊരു സ്വഭാവം ഇതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ അതൊക്കെ വിട്, രണ്ടുപേരും പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ രവിയേട്ടൻ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ സച്ചി എന്താ രവിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ, ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്? അപ്പോൾ ചന്ദ്രമതിയും വർഷയും കാണാനും വന്നതാണെന്നല്ലേ പറഞ്ഞത്. ചന്ദ്രമതി ഇവിടെ ഇല്ല എന്നിപ്പോൾ അറിഞ്ഞല്ലോ. പിന്നെ വർഷ മേലെയുണ്ട്, ചെന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരെയും കൂടെ പറഞ്ഞു വിടുക. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ പിന്നാലെ പോകാൻ നോക്കുക. അപ്പോഴത്തേക്കും വർഷ ഇറങ്ങി വന്നോട്ട്. വർഷം വന്നിട്ട് അമ്മയും കൂട്ടി കയറി പോവുക. ശ്രുതി അങ്ങോട്ടേക്ക് നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ശ്രുതി ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞു. ശ്രുതിയെയും വിളിച്ചു. ഒരാൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ച് പറയണോ എന്ന് ശ്രുതിയോട് ചോദിച്ചു രവിയേട്ടൻ. ചമ്മിപ്പോയി ശ്രുതി മോള്. അല്ല, അത് പിന്നെ അങ്കിൾ ഞാൻ വർഷയുടെ അമ്മയുടെ അല്ലേ പറഞ്ഞത്. അപ്പം ആരായാലും എന്താ, വരുന്നവരോടും പോകുന്നവരോടും നീ എല്ലാം പറയുമോ? ചന്ദ്ര ദേഷ്യപ്പെട്ട് പോയ കാര്യമൊക്കെ നീ എന്തിനാ മഹിമയോട് പറയാൻ നിന്നത്? അല്ല, അത് പിന്നെ അച്ഛാ, ശ്രുതി പറഞ്ഞത് സത്യമായ കാര്യമല്ലേ, കള്ളമൊന്നും അല്ലല്ലോ. എന്തായാലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങണം. അതെല്ലാം പുറത്തുള്ളവരോട് പാടിക്കൊണ്ട് നടക്കരുത്. അതാണ് മര്യാദ. പറഞ്ഞു മനസ്സിലായോ? മറ്റുള്ളവർ അറിഞ്ഞാൽ കുടുംബത്തിന്റെ വില പോകും. അപ്പോൾ സച്ചിയുടെ അനിയൻ പിന്നെ കുടുംബത്തിന്റെ വില അങ്ങ് വാനോളം ഉയർത്തി വെച്ചിരിക്കുകയാണല്ലോ. അപ്പം നീ ചെയ്തതോ? നീ എന്താണോ ചെയ്തതെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോഴേക്കും അങ്കിൾ അത് പിന്നെ അവർ ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ, സോറി എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ രവിയേട്ടൻ്റെ മുന്നിൽ നിന്ന് കുണുങ്ങുമ്പോൾ ഇനി മേലാൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തൊരാളോടും വിളമാൻ നിന്നേക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അതും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അപ്പോൾ എന്തൊരു വിധി ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോയി. അപ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. ശ്രുതി വേഗം ഫോൺ എടുത്തു. ഹലോ, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് ശ്രുതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് മുറിയിൽ ചെന്ന് മഹിമയോട് വഴക്കുണ്ടാക്കുക വർഷ. അമ്മ ഇപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. വർഷയെ നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വിളിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അവരെന്തിനാ അതൊക്കെ അമ്മയോട് പറയുന്നേ? വർഷേ, നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്ടിലെ മരുമകളുടെ അനിയനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോടത് പറയത്തില്ലേ? അവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയണ്ടേ? ആകെ നാണം കിട്ടു പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം. അമ്മേ ദേ നോക്ക്, ഇതിൽ അമ്മ നാണം കെടാൻ എന്തായിരിക്കുന്നത്? ഇതും അമ്മയായിട്ട് എന്ത് ബന്ധമുള്ളത്? എൻ്റെ ഹസ്ബൻഡ് ശ്രീകാന്തിൻ്റെ ബ്രദർ സച്ചിയേട്ടൻ, സച്ചിയേട്ടൻ്റെ വൈഫ് രേവതി ചേച്ചിയുടെ അനിയൻ ശരത്ത്. ആ ബന്ധം അങ്ങ് പോയി. പിന്നെ എങ്ങനെയാ അമ്മയെ അത് ബാധിക്കുന്നത്? വർഷ, നിന്നെ വിവാഹം ചെയ്തുകൊണ്ട് വന്ന വീട് ഞങ്ങളുടെ സ്വന്തം വീട് പോലെയാ. ഞങ്ങളുടെ ഫാമിലിയിൽ നടന്ന ഒരു പ്രശ്നം തന്നെ ഇതെന്നും പറഞ്ഞു മഹിമയിരുന്നങ്ങ് തട്ടി വിടുക. ഇത് നമ്മളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വർഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടി വിടുവാണ്. മോനെ, ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുകയല്ലേ? അപ്പോൾ പോലീസ് കേസ് വരെ ആയില്ലേ? അത് നിങ്ങൾ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയും? നിങ്ങൾ വീട്ടിലേക്ക് പോരെന്ന് മഹിമ ശ്രീകാന്തിനോട് പറയുമ്പോൾ, ആൻറ്റി, ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സോൾവ് ചെയ്തോളാമെന്നും ഇതുപോലുള്ള സമയത്ത് ഫാമിലിക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അല്ലാണ്ട് ഇതിൽ നിന്ന് ഓടിപ്പോവുകയല്ല വേണ്ടതെന്നും. വർഷയും അത് തന്നെ ഓക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല ആൻറ്റി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ശ്രീകാന്ത് പറയുമ്പോൾ, ശ്രീകാന്തെ, നാളെ നീ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങും. ഈ വിഷയം അതിനെയും ബാധിക്കത്തില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇപ്പോഴേ മാറി നിൽക്കാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് തട്ടിവിടും. ആൻറ്റി എന്തൊക്കെ ഈ പറയുന്നേ? അമ്മേ, രേവതി ചേച്ചി ഞാൻ കാശ് മോഷ്ടിച്ച കാര്യം അമേരിക്കയും റഷ്യയൊക്കെ ബാധിക്കും അമ്മേ. ഇനി അതും കൂടി അമ്മ പറ, അതും കൂടി ബാക്കിയുള്ളൂ. അമ്മയ്ക്ക് എന്താ തലക്കത്ത സ്ഥിരതയൊന്നും ഇല്ല അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടണം. ഇത് ഞങ്ങളുടെ വീട്ടിലെ വിഷയം, ഇതിൽ ആൻറ്റി തലയിടാതിരിക്കുക. ആൻറ്റിക്കും നല്ലത്, ഞങ്ങൾക്കും നല്ലത്. അപ്പോൾ എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പം, അമ്മേ, ശ്രീകാന്ത് പറഞ്ഞതാ ശരി.
ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. അമ്മ പുതുതായിട്ട് ഇനി അമ്മയുടെ വക പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, അമ്മ പോകാൻ നോക്കിക്കേന്നും പറഞ്ഞുകൊണ്ട് മകൾ അമ്മയെ ആട്ടി ഓടിക്കുക. അങ്ങനെ മഹിമ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവു രേവതിയെ വിളിക്കുക കേട്ടോ. അപ്പോൾ പറ ദേവു എന്ന് പറഞ്ഞ രേവതി ഫോൺ എടുത്തു. ചേച്ചി എന്ന് പറഞ്ഞു ഭയങ്കര ടെൻഷനിലാണ് വിളിക്കുന്നത്, ഭയങ്കര കരച്ചിൽ. എന്താ മോളെ നീ എന്തിനാ കരയുന്നേ, എന്നെ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേ അമ്മയെ പിടിച്ച് വണ്ടിയെ കയറ്റി അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുക ചേച്ചി എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലുള്ളതെന്ന് പറഞ്ഞു. അയ്യോ അമ്മയെ പോലീസ് കൂട്ടിക്കൊണ്ട് പോയി സച്ചേട്ടാ, അമ്മ ഇപ്പോൾ സ്റ്റേഷനിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി വന്നപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പറയാം. ദേവു ആ ഫോണിലെന്ന് പറഞ്ഞു. വേഗം തന്നെ സച്ചി ഫോൺ മേടിച്ചു. അപ്പോൾ എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അമ്മയെ പോലീസ് മേടിച്ചുകൊണ്ട് വന്നു എന്നുള്ള കാര്യം സച്ചിയോട് ദേവു പറയാം. നീ കരയാതെ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി സച്ചേട്ടാന്ന് വിളിച്ച് ഭയങ്കര കരച്ചിൽ. ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചിയും ആകെ എന്താ പറഞ്ഞു അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. മകനെ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ നമ്മുടെ ലക്ഷ്മി അമ്മയെ പോലീസ് പിടിച്ചിരിക്കുന്നു. സച്ചിൻ ഇതിന് എങ്ങനെ പരിഹാരം കാണുമെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.